കലിപ്പൻ മാഷൻ്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരാൾ മുന്നിൽ. ഉമ്മറപ്പടിയിൽ നിന്നും പുറത്തേക്ക് വീഴാൻ പോയവളെ ഇടുപ്പിൽ പിടിച്ച് നെഞ്ചിലേക്ക് ഒതുക്കിയവൻ നോക്കുന്നതും കാണുന്നത് കണ്ണുകൾ രണ്ടും മുറുക്കിയടച്ച് തൻ്റെ നെഞ്ചിലെ രോമങ്ങൾ മുഴുവനും പിഴുതെടുക്കാൻ പാകത്തിന് വലിച്ചു പിടിച്ച് ശ്വാസം പോലും എടുക്കാതെ കണ്ണടച്ച് നിൽക്കുന്നവളെയാണ്. പുതിയ ക്ലാസ്സിലെത്തി എല്ലാവരും ഇരുന്നതിന് ശേഷം മിസ് പൊതുവായി സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് ടീച്ചറിൻ്റെ കണ്ണുകൾ ആമ്പലിലുടക്കിയത്. ആളുടെ കുനിഞ്ഞിരിക്കുന്ന മുഖം കാണുമ്പോഴേ അറിയാം പാവം സങ്കടത്തിലാണെന്ന്. തല ഡെസ്കിൽ മുട്ടുമാറ് കുനിഞ്ഞാണിരിപ്പ്. ടീച്ചർ ഒന്ന് പുഞ്ചിരിച്ച് അവളുടെ ഡെസ്കിനടുത്തേക്ക് ചെന്നു. കയ്യിലിരുന്ന പേന കൊണ്ട് ഡെസ്കിൽ 2 തവണ മെല്ലെ കൊട്ടിയതും ആ ശബ്ദം കേട്ടവൾ ഞെട്ടിക്കൊണ്ട് തല ഉയർത്തി നോക്കി. എന്താ ആമ്പൽ, വയ്യേ? ഒന്നുമില്ല. പതിവ് പോലെ തോൾ ഉയർത്തി അവൾ നോക്കിയതും ടീച്ചർ ആ തോളിൽ പിടിച്ച് അവളെ ബെഞ്ചിൽ നിന്നും പുറത്തേക്കിറക്കി. ആമ്പൽ വന്നേ, ടീച്ചർ പറയട്ടെ. കേട്ടതും അവൾ അടുക്കലേക്ക് ചെന്നു. ആമ്പൽ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? വിഷമിക്കണ്ട കേട്ടോ, ഇനി വരുന്ന സാറും നല്ലൊരാളായിരിക്കും. ആമ്പലിന് എന്ത് സംശയമുണ്ടെങ്കിലും എന്നോട് ചോദിക്കും പോലെ സാറിനോടും ചോദിക്കാം. ആമ്പൽ എന്നെ നോക്കിയേ, തനിക്ക് ബാക്കി എല്ലാ സബ്ജക്റ്റിനും മാർക്കുണ്ടല്ലോ. ആകെ കുറയുന്നത് ഈ ഫിസിക്സിനല്ലേ? അതെന്താണെന്നറിയാമോ ആമ്പലിന്? അവൾ ഒന്നും മിണ്ടാതെ ആ മുഖത്തേക്ക് നോക്കി നിന്നു. ബിക്കോസ് ആമ്പലിന് ഈ സബ്ജക്റ്റ് ഭയങ്കര പേടിയാ. ആദ്യം ഈ ഫിസിക്സിൻ്റെ പുറത്തുള്ള തൻ്റെ പേടി മാറ്റിയാൽ തന്നെ പാതി ജയിച്ചു. അതുകൊണ്ട് ആമ്പൽ കുറച്ചുകൂടി ഈസിയായി ഈ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യൂ. ഒരു പക്ഷേ അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടായേക്കാം. മനസ്സിലായോ? സോ ഡോണ്ട് വറി. പോകും മുന്നേ ഞാൻ സാറിനോട് ഈ പേടിക്കുട്ടിയുടെ കാര്യം പറഞ്ഞു വെച്ചേക്കാം, പോരെ? നോ മിസ് ആരോടും പറയണ്ട. അത് കേട്ടതും മായ ടീച്ചറിൻ്റെ മുഖം ഒന്ന് ചുളുങ്ങി. അതെന്താ ആമ്പൽ, അങ്ങനെ പറയുമ്പോൾ സാർ കുറച്ചുകൂടെ ആമ്പലിനെ ശ്രദ്ധിക്കല്ലേ ഉള്ളൂ. അത് തന്നെയാ പ്രശ്നം. അതുവരെ അവിടെയെങ്ങും ഇല്ലാതിരുന്നവൾ പെട്ടെന്ന് അവർക്കിടയിലേക്ക് ചാടി വീണു. എന്ത് പ്രശ്നം രമ്യ? അവരെ കേട്ടുകൊണ്ടിരുന്ന രമ്യ ഇടിച്ച് നടുക്കിലേക്ക് കയറിയതും ടീച്ചറിൻ്റെ നോട്ടം അവളിലേക്കായി. അത് ടീച്ചറിന് അറിഞ്ഞൂടെ? ഇല്ല. എൻ്റെ പൊന്നി ടീച്ചറെ, കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സാറിനോട് ഏതെങ്കിലും കുട്ടിയെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരെ നോട്ടപ്പുള്ളി ആക്കുമെന്നാ. അങ്ങനെങ്ങാനും പുതിയ സാറിന് ഇവൾ നോട്ടപ്പുള്ളി ആയാൽ അവളെക്കാളും പെട്ടുപോകുന്നത് ഞാനാകും. എന്തിനാ മിസ്സേ പോകും മുന്നേ അങ്ങനെ ഒരു പണി ഞങ്ങൾക്ക് തരുന്നേ? ഒന്നുമില്ലേലും ഞങ്ങൾ മിസ്സിൻ്റെ തങ്കക്കുടങ്ങളല്ലേ? വളിച്ച ഒരു ചിരിയോടെ രമ്യ അത് പറഞ്ഞതും ക്ലാസ്സിലെ ബാക്കി സകലതും അതിനെ ശരിവെച്ച് കോറസ് കൂവി. ആ മിസ്സേ, ശരിയാ ടീച്ചറെ, അതെ. ഓ മതി കിടന്നു കൂവിയത്. ഞാൻ ആരെപ്പറ്റിയും ആരോടും പറയുന്നില്ല, പോരെ? മിസ് തൊഴുതുകൊണ്ട് ചോദിച്ചതും അതിനും കിട്ടിയത് കൂവലായിരുന്നു. പിന്നെയും കുറേ നേരത്തെ ചിരിയും ബഹളങ്ങളും. അതിനിടയിൽ പ്യൂൺ ഏതോ പേപ്പറിൽ ഒപ്പിടിക്കാൻ അവിടേക്ക് വന്നു. ഒപ്പം എന്തോ ഒന്ന് ടീച്ചറോട് പറയുകയും ചെയ്തു. അപ്പോൾ സ്റ്റുഡൻസ്, നിങ്ങളുടെ പുതിയ സാർ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 ദിവസത്തിനുള്ളിൽ ആൾ ക്ലാസ്സിൽ വന്നു തുടങ്ങുമായിരിക്കും. അതുകൊണ്ട് ഞാൻ പോകുന്നെന്ന് കരുതി ആരും സങ്കടപ്പെടുകയൊന്നും വേണ്ട. വരുന്ന സാറും നിങ്ങളോട് എന്നെപ്പോലെ തന്നെ നല്ല കോപ്പറേറ്റീവ് ആയിരിക്കും. ഓക്കെ? ടീച്ചറിനോട് അങ്ങനെയൊക്കെ സമ്മതിക്കുന്നുണ്ടായിരുന്നെങ്കിലും ടീച്ചർ പോകുന്നു എന്നുള്ള വാർത്ത ആമ്പലിനെ കുറച്ചൊന്നുമല്ല തളർത്തിയത്. പിന്നീടുള്ള അവളുടെ ചിന്ത മുഴുവനും പുതുതായി വരാൻ പോകുന്ന സാറിനെ പറ്റിയായിരുന്നു. ആദ്യ ദിവസമായതുകൊണ്ട് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ചോറ് കൊണ്ടുപോകാത്തതുകൊണ്ട് തന്നെ താങ്ങിത്തൂങ്ങിയാണ് രണ്ടും വീട്ടിലേക്ക് നടന്നെത്തിയത്. വരുന്ന വഴിയിൽ പപ്പുച്ചേട്ടൻ്റെ കടയിൽ നിന്നും സ്ഥിരം പറ്റുസാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചതുകൊണ്ട് വിശപ്പ് വലുതായിട്ടൊന്നും ഇല്ലായിരുന്നെങ്കിലും ആമ്പലുവിൻ്റെ വീടിൻ്റെ ഗേറ്റ് തുറക്കവേ രമ്യ ആ പഞ്ചായത്ത് മുഴുവനും കേൾക്കുന്ന മാതിരി ഉച്ചത്തിൽ കൂവി, മഞ്ജുമ്മേ, വിശക്കുന്നേ. എൻ്റെ രമു, ഒന്ന് പതുക്കെ കേട്ടോ, ചുറ്റുമുള്ള ആൾക്കാരെല്ലാം കേൾക്കും. എന്ത് വായാടി നിനക്ക്? ചുറ്റുപാടും നോക്കിക്കൊണ്ട് ആമ്പല് പറഞ്ഞിട്ടും പുച്ഛത്തോടെ നോക്കിയവൾ അകത്തേക്ക് തന്നെ കയറിപ്പോയി. കേൾക്കുന്നൂര് കേട്ടോപ്പാ, ഞാൻ പറഞ്ഞ കേൾക്കണ്ടെന്ന്. ഷെടാ, ഇതിപ്പോ നന്നായേ. എൻ്റെ വായ് എൻ്റെ വിശപ്പ്. തോളിലെ ബാഗ് നടക്കം വഴി തന്നെ സിറ്റൗട്ടിൽ എറിഞ്ഞുകൊണ്ടവൾ അടുക്കളയിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു. ആഹാ, എത്തിയോ രണ്ടും? എങ്ങനുണ്ട് പുതിയ ക്ലാസ്സൊക്കെ? മഞ്ജു ചോറ് വാർത്തുകൊണ്ട് തന്നെ തിരക്കി. ക്ലാസ്സൊക്കെ പഴയ പോലെ തന്നെയാ മഞ്ജുമ്മേ. കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ ബെഞ്ചും ഡെസ്കും, ടീച്ചർമാർക്ക് പഴയ പോലെ മേശയും കസേരയും. വളരെ കാര്യമായിട്ട് അമ്മയോട് പറഞ്ഞുകൊണ്ടവൾ ഓരോരോ പാത്രത്തിൻ്റെയും മൂടി തുറക്കാൻ തുടങ്ങി. ഇന്നും സാമ്പാറും കൂർക്കയുമാണോ? എൻ്റെ മഞ്ജുമ്മേ, എന്നും ഒരേ കൂട്ടാൻ വെച്ച് നിങ്ങൾക്ക് മടുക്കില്ലേ? എടി, നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ നിന്ന് വന്ന വേഷത്തിൽ അടുക്കളയിൽ കയറരുതെന്ന്. അതിൻ്റെ കൂടെ പാത്രമെല്ലാം തൊട്ടും പിടിച്ച് അവള്
കയ്യിൽ കിട്ടിയ ചിരട്ടത്തവി കൊണ്ട് അവളുടെ കൈക്കൊരടി കൊടുക്കും മുന്നേ പെണ്ണ് ചാടി പുറത്തു കടന്നിരുന്നു. ഓ പിന്നെ, നിങ്ങളുടെ കൂർക്കയും സാമ്പാറും കഴിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ ഞാൻ കൈ കഴുകിയിട്ട് വരാം. എനിക്കൊന്നും വേണ്ട ഇവിടുത്തെ ആഹാരം. ഞാനേ എൻ്റെ വീട്ടിൽ പൊക്കോളാം. ഒന്നുമല്ലേലും അവിടെ മീനിൻ്റെ ചാറെങ്കിലും കാണും. പറയുന്നതിനൊപ്പം തന്നെ വീട്ടിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു കക്ഷി. ഇനിയിപ്പം അത് അവിടുത്തെ അടുക്കളയിൽ ചെന്നേ നിൽക്കൂ. ആഴ്ചയിൽ 7 ദിവസമുണ്ടെങ്കിൽ 6 ദിവസവും മഞ്ജുമ്മയുടെ അടുക്കളയിലാണ് അവൾ. ആ നേരമൊക്കെ അമ്മയുടെ ഫുഡിനെ പുകഴ്ത്തിയാണ് ഓരോ വറ്റും കഴിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം മീനില്ലെങ്കിൽ അന്ന് യൂദാസിനേക്കാളും കഷ്ടത്തിൽ അമ്മയെ ഒറ്റി അവൾ വീട് പിടിക്കും. കാരണം വേണുമാമനും രതീശേട്ടനും മീനില്ലെങ്കിൽ ചോറിറങ്ങില്ല. അവളും ഏതാണ്ട് അങ്ങനൊക്കെ തന്നെയാണ്. ഇവിടെ പിന്നെ അങ്ങനൊന്നുമില്ല. അമ്മയ്ക്ക് മാത്രമാണ് മീനിനോട് താല്പര്യം. അച്ഛനും തനിക്കും അതൊന്നും വേണമെന്നേയില്ല. അതുകൊണ്ട് വാങ്ങുന്ന മീൻ അവളും അമ്മയും കൂടി തന്നെയാണ് തിന്നു തീർക്കാറ്. ഇതിപ്പോൾ കഴിക്കാൻ പോയെന്നേ ഉള്ളൂ. അത് വാരി വിഴുങ്ങിയിട്ട് അടുത്ത നിമിഷം ഇവിടെ വീണ്ടും ഹാജർ വെക്കും. മുറിയിലേക്ക് ചെന്നതും ചുരിദാറിൻ്റെ ഷാൾ ഊരി അവൾ ഹാങ്ങറിൽ തൂക്കിയിട്ടു. ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അധികം മുഷിഞ്ഞിട്ടില്ല. കോഫി ബ്രൗൺ കളർ ചെക്ക് സൽവാർ ടോപ്പും അതിൻ്റെ തന്നെ പാൻറ്റുമാണ് യൂണിഫോം. ഷാളും അതേ കളർ തന്നെ. നാളെ മുതൽ പ്രോപ്പർ ക്ലാസ് തുടങ്ങുമ്പോൾ മുടി 2 വശവും പിണഞ്ഞ് റിബർ കൊണ്ട് കെട്ടിവെക്കണം. അപ്പം പിന്നെ തല കുളിക്കുന്നത് പഴയ പോലെ വൈകിട്ടാക്കേണ്ടി വരും. ഇടുപ്പിനേക്കാൾ താഴെ ഇറങ്ങിയ മുടി അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് തന്നെ രാവിലെ കുളിച്ചുണങ്ങുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഡ്രസ്സ് മാറി അവൾ കട്ടിലിൻ്റെ സൈഡിലേക്ക് ചരിഞ്ഞു കിടന്നു. മനസ്സ് നിറയെ മായാമിസ്സും പുതിയ സാറുമായിരുന്നു. വരുന്നയാള് ആലോക് സാറിനെ പോലെ ഒരാളാവാതിരുന്നാൽ മതിയായിരുന്നു. 8ാം ക്ലാസ്സിൽ ഫിസിക്സ് ആ പുള്ളി പഠിപ്പിച്ചതിൽ തുടങ്ങിയ ഭയമാണ് ഇപ്പോഴും ഉള്ളിലുള്ളത്. താൻ എൻട്രൻസ് എഴുതണമെന്നുള്ളതും ഡോക്ടർ ആവാൻ വേണ്ടി കിട്ടണം എന്നുള്ളതൊക്കെ അമ്മയുടെയും അച്ഛൻ്റെയും ആഗ്രഹമാണ്. തനിക്ക് പക്ഷേ ടീച്ചർ ആവാനാണ് ഇഷ്ടം. പക്ഷേ അച്ഛൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ മറുത്തു പറയാനും വയ്യ. പക്ഷേ എന്തുണ്ടെങ്കിലും ഫിസിക്സിന് നല്ല മാർക്ക് കിട്ടിയാലല്ലേ പറ്റൂ. എന്താണെന്നറിയില്ല, എത്ര പഠിച്ചാലും ഫിസിക്സ് മാത്രം ഓർമ്മയിൽ നിൽക്കില്ല. ടീച്ചർ പറയുന്നത് ഭയമായിട്ടാണെന്നാണ്. സത്യമായിരിക്കും, നല്ല ഭയമാണ്. അല്ലെങ്കിൽ തന്നെ തനിക്ക് എന്തിനാ ഭയമില്ലാത്തത്? ലോകത്ത് ഒരു മനുഷ്യർക്കും പേടിയില്ലാത്ത പുൽച്ചാടിയ മുതൽ പേടിയാണ്. വല്ലാത്തൊരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവൾ നേരെ കിടന്നതും അപ്പുറത്തു നിന്നും അമ്മയുടെ വിളിയെത്തി. ആമ്പലു, വല്ലതും കഴിച്ചിട്ട് കിടക്കുകൂട്ടി. ആ വരൂ അമ്മേ. വിശപ്പില്ലാഞ്ഞിട്ടും അമ്മയുടെ ബാക്കി വിളി കേൾക്കാൻ വയ്യാതെ അവൾ വന്ന് അടുക്കളയിലേക്ക് നിന്നു. വല്ലതും കഴിച്ചിട്ട് പോ. ഇപ്പം വേണ്ടാമേ, അച്ഛനോടെ വന്നിട്ട് മതി. അച്ഛനെ കാത്തിരിക്കണ്ടാട്ടോ നീ. ആൾ സാധനങ്ങൾ എടുക്കാൻ ടൗണിൽ പോകുമെന്ന് പറഞ്ഞായിരുന്നു. ആണോ? പറഞ്ഞുകൊണ്ട് അമ്മ തന്ന പാത്രവുമായി അടുക്കളയിൽ തന്നെ സൈഡിൽ പോയി നിലത്തേക്കിരുന്നു. അച്ഛന് അങ്ങാടിയിൽ 4 കൂടുന്നിടത്ത് ഇലക്ട്രോണിക് ഷോപ്പാണ്. അത്യാവശ്യം തിരക്കുള്ള ഒരു കട. നാട്ടിലെ മിക്സിയും ടിവിയും എന്ന് വേണ്ട ടോർച്ച് വരെ നന്നാക്കുന്നത് അദ്ദേഹമാണ്. അപ്പോഴേക്കും സ്കൂളിലെ വിഷയങ്ങൾ ഓരോന്ന് ചോദിച്ചുകൊണ്ട് മഞ്ജുവും അടുത്തേക്കിരുന്നു. ആമ്പലൂട്ടി. അമ്മേ. അഞ്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയോ? എന്താ അമ്മേ പറഞ്ഞേ? അത് നീ ഇന്ന് സ്കൂളിൽ പോവല്ലായിരുന്നോ? അതിന് വിളിച്ചതാ. ആണോ? ഞാൻ കഴിച്ചിട്ടെഴുന്നേറ്റ് വിളിച്ചോളാം. ഒന്നും രണ്ടും കാര്യം പറഞ്ഞവർ കഴിച്ചെഴുന്നേൽക്കാൻ ഇമ്മണി താമസിച്ചപ്പോഴേക്കും കാറ്റുപോലെ വന്നൊരുത്തി അവർക്ക് 2 പേർക്കും നടുവിൽ സ്ഥാനം പിടിച്ചിരുന്നു. നീ എത്തിയോ? ഇത്രയും പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞോ? പിന്നല്ലാതെ. നിന്നെപ്പോലെ കൊത്തിപ്പറക്കി ഇരിക്കുകയാണോ? ചോദിക്കുന്നതിനൊപ്പം തന്നെ അവൾ പ്ലേറ്റിലിരുന്ന ആ കൂർക്ക മെഴുക്കുവരട്ടി ഓരോന്ന് പെറുക്കി തിന്നാൻ തുടങ്ങി. 5-6 എണ്ണം എടുത്തതും ആമ്പല് അവളുടെ വിരട്ടൽ ഒന്ന് കൊട്ടി. എന്താടി, നീ ഇത് കൊള്ളില്ലെന്ന് പറഞ്ഞത് ഓടിയല്ലേ? അത് ഞാൻ ചോറുണ്ണാൻ കൊള്ളില്ലെന്നാ പറഞ്ഞേ. പക്ഷേ എനിക്ക് വെറുതെ പെറുക്കി തിന്നാൻ മഞ്ജുമ്മയുടെ കൂർക്ക ബെസ്റ്റാടി. പാത്രം കഴുകാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയ മഞ്ജുവിനെ ഒന്ന് എത്തി നോക്കി അവൾ പയ്യെ അടക്കം പോലെ പറഞ്ഞു. എങ്ങനെ സാധിക്കുന്നടി ഇതൊക്കെ?